ഞങ്ങൾക്ക് മടവൂരിനെ പടച്ചോനാക്കാൻ ഒരു പേടിയില്ലടോ. അതിനെന്താ പ്രശ്നം? ഇവിടെ നൗഷാദിന്റെ പ്രസംഗത്തില് ഈ ക്ലിപ്പ് വല്ലാണ്ട് പ്രചരിച്ചിട്ടുണ്ട്. ഒരുപാട് സാധാരണക്കാർ, സ്ത്രീകളടക്കം ഇവർക്ക് മറുപടി കൊടുത്ത വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ കാണാനിടെ ഇവനിങ്ങനെ പറയാനുള്ള ഒരു കാരണം എന്താ എന്നുള്ളതാണ്. ഇവിടെ പേരോട് ഉസ്താദിനെ കുറിച്ച് മൗലാന എന്ന് പറയുന്ന ഒരു പാട്ട് അതിൽ കേൾപ്പിക്കുന്നുണ്ട്. പേരോട് ഉസ്താദിനെ മൗലാന എന്ന് വിളിക്കാമെങ്കിൽ എന്തുകൊണ്ട് മടവൂരിനെ ഞങ്ങൾക്ക് പടച്ചോനാക്കി കൂടാ? അതിലെന്ത് തെറ്റാണ് എന്നാണ് ഇതിന് ചോദിക്കുന്നത്. ഇവിടെ നമ്മൾ ഇന്നൊന്നും കേൾക്കൽ തുടങ്ങിയല്ല ഈ മൗലാന എന്നുള്ള വിളി. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെ തന്നെ നമ്മൾ തുടക്കം മുതൽ കേൾക്കുന്ന ഒരു വിളിയാണ് മൗലാന കാന്തപുരം KP അബൂബക്കർ മുസ്ലിയാർ. അതുപോലെ തന്നെ നമ്മൾ കേൾക്കുന്ന മറ്റൊരു ഏറ്റവും കൂടുതൽ മൗലാന എന്ന് വിളിക്കപ്പെടുന്ന ഒരു പേരാണ് മൗലാന നജീബ് മൗലവി. അതുപോലെ തന്നെ നിരവധി പണ്ഡിതന്മാരെ മൗലാന എന്ന് ചേർത്ത് വിളിക്കുന്നത് നമ്മൾ ഇന്നൊന്നും കേൾക്കൽ തുടങ്ങിയല്ലോ. അപ്പൊ അതിൽ തെറ്റുകൾ ഉണ്ടെങ്കിൽ ഈ പണ്ഡിതന്മാർ അങ്ങനെ വിളിക്കുമോ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇനി അതിന് വല്ല തെറ്റുണ്ടെങ്കിൽ ആ തെറ്റ് നൗഷാദ് ഇവിടെ പറഞ്ഞ് പൊതുസമൂഹത്തിന്റെ മുന്നിൽ അതാണ് കാണിച്ചു കൊടുക്കേണ്ടത്. എന്നിട്ട് അത്തരം വിളിക്കുന്ന മുഴുവൻ ആളുകളെയും അത് തിരുത്തിക്കണം. അതിന് വേണ്ടിയിട്ടാണോ ശ്രമിക്കേണ്ടത്? ഇവരെ പേരോട് ഉസ്താദിന്റെ മാത്രം പറയുമ്പോൾ അതിനെ അങ്ങനെ വിളിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മടവൂരിനെ പടച്ചോനാക്കുന്നതിന് എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്നത് മൊത്തം പ്രശ്നം തന്നെയാണ്. ഇവിടെ ഒരിക്കലും നമ്മൾ മടവൂർ ഷെയ്ഖിനെയല്ല, പടപ്പുകൾ ആരെയും പടച്ചോനാക്കാൻ പാടില്ല. അള്ളാഹു തന്നെയാണ് പടച്ചുറപ്പ്. അത് നമുക്കൊക്കെ അറിയുന്നൊരു കാര്യമാണ്, ഏത് സാധാരണക്കാർക്കും അറിയുന്നൊരു വിഷയമാണ്. ഇവിടെ പേരോട് ഉസ്താദിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ, ആരെങ്കിലും പാടിയാൽ അതിൽ ശരി തെറ്റുകൾ നോക്കി നടക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള വലിയൊരു അബദ്ധത്തിൽ ഇവന്മാർ പോയി ചാടിയത്. സാധാരണക്കാരടക്കം ഇവന്മാരെ ഇരുത്തി പൊരിക്കുകയാണ്. അതാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട്? അവൻ കളിച്ച കളി പേരോട് ഉസ്താദിനോട്. അപ്പോ അവന്റെ പ്രസംഗത്തിൽ തന്നെ ഒരുപാട് ഭാഗം നമുക്ക് കേൾക്കാൻ പറ്റും. ഒക്കെയിലും ഒരു പ്രസംഗത്തിനും പേരോട് ഉസ്താദിന്റെ ക്ലിപ്പ് കേൾപ്പിക്കാതിരിക്കില്ല. അത് മുഴുവൻ തെറ്റിദ്ധരിപ്പിക്കലാണ്. ആ പേരോട് ഉസ്താദ് പറയുന്ന അതേ വിഷയം വേറെ എത്ര പണ്ഡിതന്മാർ പറയുന്നുണ്ട്, EK വിഭാഗത്തിൽ എത്ര പണ്ഡിതന്മാർ പറയുന്നുണ്ട്, അതൊന്നും ഓനക്കൊരു ചർച്ചയല്ല, വിഷയമല്ല. പേരോട് ഉസ്താദ് എന്ത് പറയുന്നു, അല്ലെങ്കിൽ പൊന്നുമള ഉസ്താദ് എന്ത് പറഞ്ഞു, അല്ലെങ്കിൽ അതുപോലെ തന്നെ അബ്ദുൽ ഹക്കീം ഉസ്താദ് എന്ത് പറഞ്ഞു എന്നുള്ളത് നോക്കി നടക്കുക. അപ്പൊ ഇവന്മാരുടെ ഏറ്റവും വലിയ ശത്രുക്കളായിട്ടിരിക്കുന്ന ആളുകളാണ് ഇവര്. അതിന് കാരണമുണ്ട് ഈ സംഘടനയിൽ നിന്ന് പുറത്താക്കാൻ മുന്നിൽ നിന്നത് അവരാണ്. ആ ശത്രുത തീർക്കുക, അതിന് വേണ്ടിയിട്ട് പേരോട് ഉസ്താദിന് അനുകൂലമായിട്ട് പാടിയ ഒരു പാട്ടിനെ എന്ത് ചെയ്തതാണ്, ആക്കാൻ വേണ്ടി വന്നതാണ്. അപ്പൊ കിട്ടേണ്ട പണി ഇവൻക്കനെ കിട്ടി. ഇവന്റെ തൊള്ളയിൽ നിന്ന് പോയത് ആദ്യം കേക്കടങ്ങള്. ഇവൻ നിന്നും നല്ല തുടങ്ങിയെന്നല്ല. ഇപ്പോ ഒരു ചങ്ങായി കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് മടവൂരാര പടച്ചോനാണ് എന്ന് പാടിക്കൊണ്ടൊരു പാട്ടൊക്കെ അത് ചോദിച്ചാൽ പറഞ്ഞാൽ മതി, മടവൂരാണ് പടച്ചോൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പാടിക്കൊണ്ട് വന്നിരുന്നു. അപ്പൊ അതിനെക്കുറിച്ച് പല ആളുകളും പറഞ്ഞു അതിന്റെ പിന്നിലേക്ക് കുരുവട്ടൂരികളാണ്. അന്ന് അതിനെ വിമർശിച്ചുകൊണ്ട് ഇവനെ പോലുള്ള ആൾക്കാർ രംഗത്ത് വന്നിരുന്നു. പിന്നീട് ഇയാളെ സപ്പോർട്ട് ചെയ്യാണ് പല വിധത്തിലും നമ്മൾ കണ്ടത്. പിന്നെ ഇവൻ തന്നെ ചോദിച്ചു വരികയാണ് എന്താ അങ്ങനെ പാടുന്നതിന് കുഴപ്പം എന്നുള്ള രീതിയിലേക്ക് മാറി മാറി വരികയാണ്. നോക്കൂ നിങ്ങള്, ഇപ്പോ അന്ന് ആ പാട്ടുപാടി അതേ വ്യക്തി ഉണ്ടല്ലോ, അവര് നൗഷാദിനെ പുകഴ്ത്തിക്കൊണ്ട് അവനക്ക് നല്ല പാട്ടും പാടി കൊടുത്തിട്ടുണ്ട്. അവനക്ക് കിട്ടിയ ഒരു പ്രതിഫലമാണ് ആ പാട്ടുപാടിയിൽ നിന്ന്. അപ്പോ ഇതൊക്കെ ആരാണ് എന്നുള്ളത് പൊതുസമൂഹത്തിന് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട്. ഇപ്പോ ഇവന്റെ FB കഴിഞ്ഞ ദിവസം ഇവൻ ഒരു പോസ്റ്റർ ഇട്ടിട്ടുണ്ട്. അത് അറബിയിലാണുള്ളത്. ഞാനത് മലയാളത്തിലൊന്ന് നിങ്ങളെ കേൾപ്പിക്കാം, ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട്. അപ്പൊ അറബിയിൽ എഴുതിയത് കേട്ടോ. അപ്പൊ ഇതിന്റെ താഴെയായിട്ട് ഒരു ഫോട്ടോ കാണാൻ പറ്റുന്നുണ്ട്. അതില് ഓന്റെ ഷെയ്ഖിനെ ആണ് നമ്മൾ കോമാടൻ എന്ന് വിളിക്കുന്ന ഓന്റെ ഷെയ്ഖ് ഉണ്ട്. അതുപോലെ തന്നെ ഷെയ്ഖിന്റെ മോളാണെന്ന് തോന്നുന്നുണ്ട്. ഒരു കുട്ടി മടിയിലുണ്ട്, ഞാൻ ഫോട്ടോ കാണിക്കുന്നില്ല. അതുപോലെ തന്നെ അതിലൊരു കയ്യും കാണുന്നുണ്ട്. അത് എന്താണെന്നും എനിക്കറിയില്ല, ആരുടെ കൈയാണ്, ഒരു സ്ത്രീയുടെ കൈയാണെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും അത്ര ഫോട്ടോകളൊക്കെ ഇടുമ്പോൾ നൗഷാദിനോട് പറയാനുള്ളത് ഇതിനൊന്ന് ശ്രദ്ധിക്കുന്നുള്ളത് മാത്രമാണ്. കാരണം ഇവിടെ പിന്നീട് അതൊക്കെ ആരെങ്കിലുമൊക്കെ വിഷയാക്കി കൊണ്ടുവരുമ്പോൾ ഞങ്ങളെ ഷെയ്ഖിനെ, കുട്ടിനെ, മറ്റുള്ളവരെ അത് ചെയ്തു ഇത് ചെയ്തു അങ്ങനെ എഴുതി വിട്ടു ഇങ്ങനെ എഴുതി വിട്ടു എന്ന് പറഞ്ഞിട്ട് പിന്നീട് നിലവിളി കൂടരുത്. എന്നിട്ട് അതിന്റെ പേരിൽ പത്രക്കാർക്ക് മുന്നിലും TV-കാർക്ക് മുന്നിലും ചാനലുകൾക്ക് മുന്നിൽ പോകരുത്. അന്റെ ഷെയ്ഖിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അയാളെ ഫോട്ടോ ഇടുക, അതാണ് ഇപ്പൊ വേണ്ടത്. ഇപ്പോ ഇത്തരത്തിലെ ഒരു ഫോട്ടോ എടുത്ത് ഇപ്പൊ ന്യായീകരിക്കാനുള്ള കാരണം ഇയാളുടെ മറ്റൊരു ഫോട്ടോ ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ വല്ലാണ്ട് വൈറലായിരുന്നു. ഇയാൾ ഒരു ടീഷർട്ട് ഇട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു ഫാൻറ്റും ഷൂ ഒക്കെ ഇട്ട് എവിടെ ഒരു ഫോണിലും തോണ്ടിയിരിക്കുന്ന ഒരു ഫോട്ടോ. എങ്കിലും മുറബിയായ ഷെയ്ഖിന് ഒരിക്കലും ചേരാത്ത ഒന്നാണ് അത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും നമ്മൾ അയാൾ അംഗീകരിക്കൂല. എന്തായാലും ഈ ഫോട്ടോ ഇട്ടുകൊണ്ട് ഇവൻ ഇതിൽ എഴുതിയിട്ടുള്ളത് എന്താ എന്നുള്ളത് നമുക്കൊന്ന് ആദ്യം ഞാനൊന്ന് നിങ്ങളെ കേൾപ്പിക്കാം. എൻ്റെ പ്രിയ സയ്യിദ്, എൻ്റെ പ്രിയ ഗുരുവേ, ആദരണീയരായ ഷെയ്ഖേ, താങ്കളുടെ സാന്നിധ്യവും സഹവാസവും എനിക്ക് ലഭിച്ചിരുന്നില്ലെങ്കിൽ മോഹങ്ങളുടെയും സംശയങ്ങളുടെയും ഇരുട്ടിൽ ഞാൻ
വഴിതെറ്റിപ്പോകുമായിരുന്നു. അള്ളാഹു എനിക്ക് തുറന്നു തന്ന എല്ലാ നന്മകളും അവൻ എനിക്ക് നൽകിയ എല്ലാ വിജയങ്ങളിലും നിങ്ങളുടെ അനുഗ്രഹീതമായ സഹവാസത്തിന്റെയും നല്ല മാർഗനിർദ്ദേശത്തിന്റെയും ആത്മാർത്ഥമായ ദ്വയുടെയും ഫലമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളോടൊപ്പമുള്ള ഈ ബന്ധം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് വ്യാപകമായിരിക്കുന്ന തെറ്റായ ആശയങ്ങളുടെയും വഴിതെറ്റിയ വിശ്വാസങ്ങളുടെയും പിന്നാലെ നശിച്ചു പോകുന്നവരുടെ കൂട്ടത്തിൽ ഞാനും ഉൾപ്പെട്ടേനെ. അള്ളാഹുവിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു, നിങ്ങളുടെ സേവനത്തിൽ എന്നെ സ്ഥിരപ്പെടുത്തണമേ. നിങ്ങളുടെ കരുണാനോട്ടത്തിൽ നിന്ന് എന്നെ അകറ്റരുതേ. നിങ്ങളുടെ പരിചരണത്തിലും ദ്വാകളിലും എന്നെ എപ്പോഴും ഉൾപ്പെടുത്തണമേ. ഈ ലോകത്തും പരലോകത്തും നിങ്ങളുടെ സ്വീകരണം എനിക്കും ലഭിക്കട്ടെ. സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളുടെ സ്നേഹത്തോടു കൂടെയുള്ള എന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കണമേ. മദദിയ ഷെയ്ഖന എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇത്. അപ്പോൾ ഇവന്റെ ഈ ഷെയ്ഖിലേക്ക് ഇവനെല്ലാം അങ്ങോട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ ഇവൻ ഇവിടെ എഴുതിയ അഭിപ്രായ പ്രകാരം ഇവൻ ഇന്നേ വരെ ഇവൻ വിശ്വസിച്ച് വന്ന വിശ്വാസങ്ങൾ, ഇയാളൊപ്പം കൂടുന്നതിന് മുമ്പുള്ള വിശ്വാസങ്ങളൊന്നും ഇവന്റെ ശരിയല്ല. ഇവൻ പിഴച്ച മാർഗത്തിലായിരുന്നു. ഇപ്പൊ മാത്രമാണ് ഇവൻ യഥാർത്ഥ ആളുകളുടെ അടുത്തെത്തിയിട്ടുള്ളൂ എന്നുള്ളതാണ് ഇവൻ പറയുന്നത്. അപ്പോൾ ഇവന്റെ ഉസ്താദുമാരവൻ തള്ളുകയാണ്. ഇവൻ പഠിച്ചതൊന്നും ശരിയല്ല എന്ന് ഇവന് ഇന്നേ വരെ ഇവൻ ചെയ്തതൊന്നും ശരിയല്ല എന്ന് ഇവിടെ സമർത്ഥിക്കുകയാണ് ഈ FB പോസ്റ്റിലൂടെ ഈ നൗഷാദ് ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇതിന്റെ മുറബിയായിരിക്കുന്ന ഈ ഷെയ്ഖ് എന്ന് പറയുന്ന ആളെ ഒരു നിലക്കും നമുക്കാർക്കും, വിശ്വാസികൾക്കാർക്കും, സത്യവിശ്വാസികൾക്കാർക്കും ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റില്ല. പിഴച്ചവർക്കും അതുപോലെ തന്നെ ഈമാനില്ലാതായ പോയവർക്കും മാത്രമേ ഇത്തരം ഇവന്റെ ഷെയ്ഖിനെ ഉൾക്കൊള്ളാൻ പറ്റുകയുള്ളൂ എന്നുള്ളത് മാത്രമാണ് നമ്മൾ ഓരോരുത്തരും ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്.